ഹലോ ഫ്രണ്ട്സ്, കേരള ഫോർ യു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് വെട്ടിച്ചിറ ഭാഗത്താണ്. വെട്ടിച്ചിറ ഭാഗത്ത് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഇതിന്റെ മുന്നത്തെ വീഡിയോ. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നുണ്ട്. നമുക്ക് മറ്റുള്ള പുതിയ കാഴ്ചകൾ എന്തൊക്കെയെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടൊക്കെ നല്ല രീതിയിൽ തന്നെ പണി നടക്കുന്നുണ്ട്. ഇവിടെ സൈഡ് റോഡിന്റെ വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട്. ഇതുപോലെ ഫുട്പാത്തിന്റെ വർക്കൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്, നമുക്ക് മറ്റു കാഴ്ചകൾ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ എന്താണെന്നറിയില്ല, ഡ്രെയിനേജിലെ വെള്ളം പോവാന് ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ ഇങ്ങനെ താഴ്ത്തി കാണാം. ഇവിടെ ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അടിഭാഗത്തോട്ടാണ് ഈ വെള്ളം ഒഴുക്കി വിടേണ്ടത്. അങ്ങനെ എന്താണെന്നറിയില്ല ഇതിന്റെ ഐഡിയാസ്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ തൊടുവ് ഭാഗത്ത് ഇങ്ങോട്ടൊക്കെ കയറാൻ വെള്ളം പോവുക. അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ വർക്ക് നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം, മുമ്പിലുള്ള കാഴ്ചകളൊക്കെ കാണാന്. ഇപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് കരിപ്പോള് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. കരിപ്പോള് ഭാഗത്തുള്ള ഒരു ബോർഡ്, കരിപ്പോൾ എന്ന് എഴുതിയ ഒരു ബോർഡൊക്കെ കാണാം അവിടെ. അപ്പൊ ഇവിടെയുള്ള പണി വല്ലാടൊന്നും ഇവിടെ പണിയൊന്നും നടന്നതായി കാണുന്നില്ല. ഇവിടെ കൂടുതലായിട്ടൊന്നും വർക്ക് നടന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ സൈഡില് ഈ ഫുട്പാത്തിന്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നീട് നടക്കുമായിരിക്കാം. ഇതുപോലെ നല്ല തെങ്ങും പറമ്പിന്റെ അടുത്ത് കൂടെ ഒക്കെയാണ് ഇവിടെ റോഡ് പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകള്. ഇവിടെ ഒന്നും അത്ര വർക്കൊന്നും നടന്നതായി കാണുന്നില്ല ഈ ഭാഗത്തൊന്നും. അതായത് ഇങ്ങോട്ടുള്ള വർക്കിന്റെ ടൈം ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒന്നും വല്ലാതെ വർക്കൊന്നും കാണുന്നില്ല. ഒരു ഫുട്പാത്തും സൈഡില് ചെറിയ റോഡിന്റെ വർക്കൊക്കെ ഇവിടെ കാണുന്നുള്ളൂ. ഇവിടെ അതിനത്ര വലിയ ബുദ്ധിമുട്ടുള്ള വർക്കൊന്നും കാണുന്നില്ല. മണ്ണ് നിറക്കേണ്ട കുറച്ച് വർക്കുകളൊക്കെ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ പെട്ടെന്ന് തീർക്കാവുന്ന വർക്കുകളാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ റോഡിന്റെ സൈഡിലുള്ള ഈ വാള് പൊങ്ങി പോകുന്നത് കാണില്ലേ. ഈ ഹൈറ്റിലേക്ക് മണ്ണിട്ട് നിറക്കാനുള്ളതാണ് ഇനി. അപ്പോ അതിന്റെ വർക്കൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇവിടെ. ഇപ്പൊ നമ്മള് കഞ്ഞിപ്പുര ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇവിടൊക്കെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇവിടെ JCB ഇങ്ങനെ മണ്ണൊക്കെ ലോറിയിൽ കയറ്റി വിടുന്ന ഓരോ കാഴ്ച. ഇവിടെ എന്തോ റോഡ് ഇങ്ങോട്ട് മാറ്റാനുള്ള പദ്ധതിയാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് മെറ്റലും മണ്ണൊക്കെ പുറന്ന് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എന്തോ അമർത്തി കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്നത് കാണാം. അതിന്റെ വർക്കാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്, ഡ്രെയിനേജിന്റെ വർക്ക്. ഇവിടെ റോഡിന്റെ സെൻട്രൽ ഭാഗത്താണ് ഇനി കുറച്ച് ഭാഗത്ത് പണി നടക്കാത്തത്. ബാക്കിയുള്ള രണ്ട് സൈഡിലും ഡ്രെയിനേജിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മള് കഞ്ഞിപ്പുര ടൗണിലേക്ക് എത്തിക്കണേ. കഞ്ഞിപ്പുര ടൗണ് ഒക്കെ പറയാൻ പറ്റുമോ? ടൗണൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ വലിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിന്റെ വർക്കൊക്കെ നടക്കുന്നത് കാണാം. ഇത് പകുതി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നുണ്ട്. ഇവിടെ പകുതി വർക്ക് നടന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ. ഈ റോട്ടിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂടാല് ഭാഗത്തോട്ട് പോവാം. ആ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് അപ്പുറത്ത് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ കാണേണ്ടത് കഞ്ഞിപ്പുര ഭാഗത്തുള്ള കാഴ്ചയാണ്. അതേപോലെ അണ്ടർപാസ് ഇവിടെ നല്ല ആയത്തിൽ മണ്ണൊക്കെ എടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡാണ് ആദ്യം ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അതിന്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ബീമുകളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു. ഈ ബീമുകളാണ് ആ അണ്ടർപാസിന്റെ മേലേക്ക് എടുത്ത് വെക്കാനുള്ളത്. അതിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ കാണേണ്ടത്. ഒരു മിക്സർ മെഷീന്റെ മുകളിലുള്ള ഒരു ടാങ്കാണത്. എന്താണെന്ന് അറിയില്ല. ഇവിടെ അയച്ചു വെച്ച് കാണാം. ഇവിടൊക്കെ റോഡ് പണി ചെറിയ തോതിലൊക്കെ മറ്റലും മണലൊക്കെ ഇട്ട് അമർത്തി വെച്ചിട്ട് കാണാം. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടക്കാണത്.
ഇത്തരത്തിലുള്ള കമ്പികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാലത്തിന്റെ ഓരോ വർക്കിന് എടുക്കുന്നത്. വായികള് ഇവിടെ ഇങ്ങനെ കമ്പി വളക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ കണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയേക്കാം. വട്ടപ്പാറ വളവിന്റെ ആ ഭാഗത്തോട്ട് ഇവിടെ കമ്പിയൊക്കെ കൊണ്ടുവന്ന വലിയ നാഷണൽ പെർമിറ്റ് ഒക്കെ കാണാൻ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഭാഗത്ത് ഇവിടെ ഒരു വർക്കും നടന്നിട്ടില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു വർക്കും നടന്നിട്ടില്ല. ഒരു ഡ്രെയിനേജിന്റെ ചെറിയ വർക്ക് മാത്രം എന്തോ കുറച്ച് നടന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡ്രെയിനേജിന്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. ഒരു സൈഡില് അതും നടന്നിട്ടില്ല. വാഹനങ്ങളുടെ തിരക്ക് ഭയങ്കരാണ്. റോഡ് പണി പെട്ടെന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഒരു ആശ്വാസം ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഏകദേശം വട്ടപ്പാറ വളവിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചങ്ങായിമാരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്കൊക്കെ നിങ്ങള് ഷെയർ ചെയ്യുക. അപ്പൊ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് ഇതിന്റെ വിജയം. അപ്പൊ ഇവിടുന്ന് ഈ സൈഡിലൂടെയാണ് ഇനി റോഡ് അങ്ങോട്ട് നേരെ പോവാനുള്ളത്. അപ്പൊ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഈ സൈഡിൽ ഒന്ന് പോയി നോക്കുക, പഴയ റോഡിലൂടെ തന്നെ. അപ്പൊ ഈ റോഡിനൊന്നും ഇനി വലിയ പ്രസക്തി ഉണ്ടാവൂല. നമുക്ക് ഇനി വട്ടപ്പാറ വളവ് കഴിഞ്ഞിട്ടുള്ള പാലം കാണാനുണ്ട്. അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം വലിയ കോറിയില് പാറ പൊട്ടിക്കുന്ന പോലെ പാറ പൊട്ടിക്കുന്നത്. ഈ പാറ ഉപയോഗിച്ചാണ് കുറെ വർക്ക് വരെ ചെയ്യുന്നുണ്ട്. അവിടെ വലിയ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് നടക്കുന്നത് കാണാം. അതാ നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയി നോക്കാം. അവിടെ എന്തൊക്കെയാ സംഭവിച്ചേക്കണെന്ന് കാണാം. കണ്ടില്ലേ, റോഡിൽ തന്നെ സെന്ററിൽ തന്നെയാണ് ഒരു തൂണൊക്കെ വരുന്നത്. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ഇപ്പൊ അതിൽ കാണുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് വിശദമായിട്ട് കാണാം പാലത്തിന്റെ വർക്ക് എന്തൊക്കെയാ ചെയ്തേക്കണത്. അത്ര ഹൈറ്റുള്ള ഭാഗമൊക്കെ മണ്ണ് വെട്ടി മാറ്റിയാണ്ടാണ് നമുക്ക് ഈ പാലത്തിന്റെ മേൽക്കാണ് വരാനുള്ളത്. ഈ പില്ലറിന്റെ മേൽക്ക് ഇവിടെ ഒരു പില്ലറ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് പകുതി ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മേലേക്ക് ഇറങ്ങി ഇതിന്റെ മേലേക്ക് ബീമൊക്കെ വരാനുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. ഇപ്പൊ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയും കൂടെ ആവും. ഇവിടെയൊക്കെ അടിയിലൂടെയും മേലൂടെയൊക്കെ റോഡും പാലത്തിലൂടെ പോകുന്ന കാഴ്ചയൊക്കെ കാണുമ്പോ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയൊക്കെ വരാം. ഇവിടെയൊക്കെ പഴയ റോഡ് പൊളിച്ച് പുതിയ റോഡാണിത്. അറിയില്ല ഇത് പുതിയ റോഡാണ്. കണ്ടില്ലേ, അത്രക്കും ഭംഗിയായിട്ടാണ് ഇവിടുന്ന് പാലത്തിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പോകാനുള്ളത്. അപ്പൊ നമുക്ക് പാലത്തിന്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് വരാം. നമുക്ക് ശരിക്കും ഉള്ള വട്ടപ്പാറ വളവ് പറഞ്ഞ ആ വളവിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെയാണ് വട്ടപ്പാറ വളവ് വരുന്നത്. അപ്പൊ ആ വളവൊക്കെ ഇനി ഇല്ലാതാവും. ആ വളവൊന്നും ഇല്ലാതായി നമുക്ക് ഇനി നേരെ പാലത്തിന്റെ മേലെ കൂടെ തന്നെ പോവാം. നല്ല അടിപൊളിയായിട്ടുള്ള റോഡ് കാഴ്ചയായിരിക്കാം ആ പാലത്തിന്റെ മേലിനുള്ള യാത്ര. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലം. അപ്പോ ഇനി അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കിനി മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മളെ പഴയ റോഡ്. പഴയ റോഡിന്റെ സെന്റർ ഭാഗത്തൂടെ ഇപ്പൊ തൂണൊക്കെ വന്നിട്ടുള്ളത്. ഈ സൈഡിൽ ഒരു തൂണ് വരാനുണ്ട് ഈ റോഡിന്റെ ഭാഗത്ത്. അപ്പോ ഇവിടുന്ന് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.